ചായക്കടയിലെ നല്ല ചൂടുള്ള പഴംപൊരിയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ പലരുടെയും വീട്ടിൽ വൈകുന്നേരങ്ങളിൽ നമ്മൾ പഴം ഫ്രൈ ചെയ്തെടുക്കാറുണ്ട്. എന്നാൽ ആ പെർഫെക്റ്റ് ടേസ്റ്റിൽ, അതായത് ചായക്കടയിൽ നിന്ന് കിട്ടുന്ന അതേ ഒരു ടേസ്റ്റിൽ ഒരിക്കലും നമുക്ക് പലർക്കും കിട്ടാറില്ല അല്ലേ. അപ്പോൾ ആ ഒരു കറക്റ്റ് ടേസ്റ്റിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഈ ഒരു പഴംപൊരിയിൽ ചേർക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വന്നറിയിക്കാം. പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ പഴംപൊരി ഇഷ്ടമുള്ളവർ എല്ലാവരും വേഗം വന്ന് ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേ കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റിൽ പഴംപൊരി എങ്ങനെ വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലുള്ളൊരു പാത്രത്തിൽ കറക്റ്റ് 1/4 കപ്പ് അളവിൽ മൈദയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം മൈദയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാം കേട്ടോ. പക്ഷേ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് മൈദ വെച്ചിട്ട് ചെയ്യുമ്പോൾ തന്നെ ആയിരിക്കും. പിന്നെ നമ്മൾ ഈ ഒരു പഴംപൊരിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്ന സമയത്ത് കൂടിപ്പോകണ്ട, ഈ ഒരു അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഈ ഒരു പഴംപൊരിയുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നിങ്ങളുടെ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. പഴത്തിൻ്റെ മധുരം കുറവാണെന്നുണ്ടെങ്കിൽ ഒരു 4-5 ടേബിൾ സ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരുപാട് മധുരം കുറഞ്ഞു പോകണ്ട, മധുരമുള്ള സമയത്ത് തന്നെയായിരിക്കും നമ്മുടെ പഴംപൊരിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ മധുരം ഒന്ന് ബാലൻസ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു പഞ്ചസാരയും ഉപ്പൊക്കെ ഈ ഒരു മൈദയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തിക്കോട്ടെ കേട്ടോ. നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇത് മിക്സ് ചെയ്യുന്നതിന് മുന്നേ നന്നായിട്ട് ഇതുപോലുള്ളൊരു വിസ്കോ അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഒരു സ്പൂണോ വെച്ച് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളം ചേർക്കുന്ന സമയത്ത് ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, എങ്കിലും നമ്മുടെ മാവ് നന്നായിട്ട് സോഫ്റ്റായിട്ട് മാറും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇളം ചൂടുള്ള വെള്ളം വേണ്ടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മളിതുപോലെ മിക്സ് ചെയ്യുന്ന സമയത്ത് ആ ഒരു മൈദയുടെ കട്ടകളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഉടച്ച് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. നമ്മളിതിലുള്ള വെള്ളം ചേർക്കുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ മൈദ കട്ട പോലെ കെട്ടാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഉടച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ പകുതി ഒന്ന് മിക്സ് ആയെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇനിയാണ് നമ്മളിതിലോട്ട് സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. 3 ടേബിൾ സ്പൂൺ അളവിൽ ദോശമാവാണ് കേട്ടോ നമ്മളിതിൽ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ചേർക്കുന്ന സമയത്ത് നിങ്ങൾ ഇനി മുതൽ പഴംപൊരി ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഇതൊന്ന് ചേർത്ത് കൊടുത്തോളൂ. കറക്റ്റ് നമ്മൾ ചായക്കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അത് ഈ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ട് പുളിച്ചു പൊങ്ങിയ 3 ടേബിൾ സ്പൂൺ അളവിൽ വരുന്ന ദോശമാവ്, ഒരുപാട് കൂടി പോകണ്ട. ഈ ഒരു അളവിലൊക്കെ മൈദ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ അളവിൽ ദോശമാവ് മതി കേട്ടോ. അപ്പോൾ ഇത് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള നമ്മുടെ പഴംപൊരിയുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് ഇത് ഈ ഒരു പരുവം കേട്ടോ. ഒരുപാട് ലൂസും അല്ല, എന്നാൽ ഒരുപാട് അങ്ങോട്ട് ടൈറ്റും അല്ല. കറക്റ്റ് ഇത് ഈ ഒരു രീതിയിൽ. ഇനി നമ്മൾ അവസാനമായിട്ട് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അരിപ്പൊടി നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ആദ്യമേ ചേർത്ത് കൊടുത്തോളൂ. എൻ്റെ അടുത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ്. പിന്നെ അരിപ്പൊടി ചേർക്കുന്ന സമയത്ത് കൂടി പോകേണ്ട, ഈ ഒരു അളവിൽ മാത്രം മതി. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മാവ് ചുരുങ്ങിയത് 2 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയം പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ എത്രത്തോളം ഈ ഒരു മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുമോ അത്രത്തോളം നമ്മുടെ പഴംപൊരി നന്നായിട്ട് വരികയുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് രാവിലെയൊക്കെ നമ്മൾ മാവ് റെഡിയാക്കുകയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾ തലേന്നൊന്നും ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെയൊക്കെയാണ് നമ്മൾ പഴംപൊരി റെഡിയാക്കുന്നുണ്ടെങ്കിൽ രാവിലെ നമ്മൾ ബാറ്ററൊക്കെ റെഡിയാക്കിയിട്ട് അതങ്ങോട്ട് മാറ്റി വെച്ചേക്കട്ടെ. അത് തനിയെ പതുക്കെന്ന് നമ്മൾ ദോശമാവ് ചേർത്ത് കൊടുത്ത കാരണം ആ മാവ് ഒന്ന് പുളിച്ച് വരാനായിട്ട് തുടങ്ങും. അപ്പോൾ ആ ഒരു കറക്റ്റ് രീതിയിലുള്ള മാവാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതെന്തായാലും ഞാൻ 2 മണിക്കൂർ മാത്രമേ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് 2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങ് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് പഴം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലുള്ളൊരു 2 വലിയ നേന്ത്രപ്പഴമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ സാധാരണ നമ്മൾ നേരെ പകുതിയായിട്ട് മുറിച്ചിട്ട് നമ്മൾ ആ ഒരു രീതിയിലാണ് കട്ട് ചെയ്തിട്ട് എടുക്കാറല്ലേ. എന്നാലും ഞാനിത് ഈ ഒരു പഴം ചെറുതായിട്ടൊന്ന് ചെരിച്ചിട്ട് നല്ല സ്ലൈസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ ചെരിച്ചൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ഗുണ്ടായിട്ടുള്ള നമ്മുടെ പഴംപൊരിയാണ് കേട്ടോ നമുക്ക് കിട്ടുക. ഒരുപാട് കനത്തിൽ അരിയണ്ട, ഈ ഒരു കനത്തിൽ മാത്രം അരിഞ്ഞെടുത്താൽ മതി കേട്ടോ. ഒരുപാട് കട്ടിയായി പോകണ്ട അരിഞ്ഞെടുക്കുന്ന സമയത്ത്. അത് മാത്രം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് പതുക്കെ ഈ ഒരു രീതിയിൽ ഒന്ന് ചെരിച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്താണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നീളത്തിൽ അരിഞ്ഞെടുക്കാനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെ അരിയാം കേട്ടോ. ഞാനിപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിലാണ് അരിഞ്ഞെടുക്കുന്നത്.
അപ്പോൾ ഇതേ നമ്മുടെ മാവ് 2 മണിക്കൂർ ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ കറക്റ്റ് ഇതേ ഈ ഒരു പരിവാണ് കേട്ടോ. ഇതിൽ പിന്നെ കുറച്ച് ഫുഡ് കളർ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തീർത്തും ഓപ്ഷനിലാണ്. ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. നിങ്ങൾ ചേർക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഈ ഒരു മാവിൽ നിന്ന് കുറച്ച് മാവ് നമുക്ക് എണ്ണയിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അത് കറക്റ്റായിട്ട് പൊങ്ങി വരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ എണ്ണ പെർഫെക്റ്റായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ നമ്മൾ പഴംപൊരിയൊക്കെ പൊരിച്ചെടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ മുറിച്ചെടുത്തിട്ടുള്ള പഴം പതുക്കെ ഈ ഒരു മാവിലോട്ടൊന്ന് ഡിപ്പ് ചെയ്ത് ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതൊക്കെ സാധാരണ നമ്മൾ ചെയ്യുന്ന ആ ഒരു മെത്തേഡിൽ തന്നെ കേട്ടോ. ഇനി ഇതേ കറക്റ്റ് ഈ ഒരു കളറാവുന്ന സമയത്ത് ഇത് പതുക്കെ നമുക്ക് എണ്ണയിൽ നിന്ന് അങ്ങനെ എടുത്ത് മാറ്റി കൊടുക്കാം. ഇതേ കറക്റ്റ് ഈ ഒരു പരുവം കേട്ടോ. നമ്മുടെ പഴംപൊരിയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ അങ്ങോട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് നമുക്ക് ചായക്കടയിൽ നിന്നൊക്കെ കിട്ടാറ്. ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡയോ അല്ലാന്നുണ്ടെങ്കിൽ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഒരു ദോശമാവ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ട്രിപ്പും ഇതുപോലെ അങ്ങോട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോഴത്തേ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ പഴവും ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചൂടോടുകൂടി തന്നെ ഒരു വാഴയിലയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പെർഫെക്റ്റ് ചായക്കടയിൽ കിട്ടുന്ന അതേ ഒരു സെയിം ടേസ്റ്റുള്ള പഴംപൊരി തന്നെയാണ് കേട്ടോ. പുറമേ ഇതുപോലെ നല്ല നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ജസ്റ്റ് ഞാനൊന്ന് ഇതുപോലെ അങ്ങോട്ട് കാണിച്ചു തരാം, ഒന്ന് മുറിച്ച് കാണിച്ചു തരാം. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു ടേസ്റ്റാണ്. സാധാരണ നമ്മൾ പഴം ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ആ ഒരു മാവും പഴമൊക്കെ എല്ലാം കൂടി ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ആ ഒരു രീതിയിലായിരിക്കും പലർക്കും ഉണ്ടാവുക. എന്നാൽ ഇത് കണ്ടോ, കറക്റ്റായിട്ട് എല്ലാം കൂടി അങ്ങോട്ട് വിട്ട് നിൽക്കുന്ന രീതിയിലുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള പഴംപൊരിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് അഭിപ്രായങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. പിന്നെ ഈ ഒരു പഴംപൊരി റെസിപ്പി ഇഷ്ടപ്പെട്ടവർ വേഗം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കട്ടോ. പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യാം. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ട്യൂട്ടോറിയൽ. ബൈ ബൈ.